ഇന്ന് നമ്മുടെ ഡേ 9 ക്ലാസ് കഴിഞ്ഞു കേട്ടോ. ഞാൻ എവിടെയാണ് ഇന്നത്തെ ദിവസം? മടി. എനിക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. ഞാൻ കൺസിസ്റ്റൻ്റേ അല്ല, ഒട്ടും കൺസിസ്റ്റൻ്റ് അല്ല. എനിക്ക് ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ടൊരു കാര്യം ചെയ്യാൻ ഭയങ്കര മടിയാണ്. മീൻസ് പിന്നെ തിരക്കായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ ആൻറ്റിയുടെ വീട്ടിലായിരുന്നു. വന്നിട്ട് ഇന്നലെ അവിടെ നിന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടാണ് ഞാൻ വന്നത്. അപ്പം എൻ്റെ പ്ലാൻസൊക്കെ കുറച്ച് മാറിപ്പോയി. അതുകൊണ്ട് മൊത്തത്തിൽ ബിസി ആയിപ്പോയി. പിന്നെ പെരുന്നാൾ ഭയങ്കര ക്ഷീണമായിപ്പോയി, ഭയങ്കര അടിച്ചുപൊളിയായിരുന്നു. അപ്പോൾ പുലർച്ചെ വരെ പെരുന്നാളിൻ്റെ പറമ്പിൽ പള്ളിയിലൊക്കെ ആയിട്ട് ഭയങ്കര ഇതായിപ്പോയി. ഇപ്പോൾ ജർമ്മൻ ക്ലാസ് ആണെങ്കിൽ ഇപ്പം എന്തായി, ഞങ്ങൾ സ്വന്തമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി, സെൽഫ് ഇൻട്രൊഡക്ഷൻ തുടങ്ങി. എവിടുന്ന് പേര്, ഹോബി എവിടുന്നാണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പക്ഷേ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ സ്ട്രെസ് ഉണ്ടല്ലോ, തലയൊക്കെ വേദനിക്കാൻ തുടങ്ങി എനിക്ക് ഇതിങ്ങനെ ആലോചിച്ച് ഇങ്ങനെ പറഞ്ഞിട്ട്. പക്ഷേ ഇങ്ങനെ നമ്മൾ തന്നെ ഇത് പറയുമ്പോൾ നല്ല രസമുണ്ട്. ഞാൻ ഇതിന് മുമ്പ് വേറെ ലാംഗ്വേജസ് പഠിച്ചിട്ടുണ്ട്, ഉക്രൈനിയനും സെർബിയനൊക്കെ. പക്ഷേ ഇത് മീൻസ് ഉക്രൈനിയനൊക്കെ ഞാൻ 3 കൊല്ലം പഠിച്ചു നോക്കുന്നത്. എന്നിട്ടൊരു സെൻറ്റൻസ് ഫോം ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ഒന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. മീൻസ് ബേസിക് ആയിട്ടുള്ള വേർഡ്സും ഗ്രീറ്റിങ്സും ഒക്കെ അറിയാം, അല്ലാണ്ട് ഇങ്ങനെ സെൻറ്റൻസ് ഫോം ചെയ്തിട്ട് ഒരു കോൺവോ ഉണ്ടാക്കാനുള്ളൊരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പം ഇത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇപ്പം നമ്മുടെ എത്രാമത്തെ ക്ലാസ്സാണ്, 6 വരെ ഞാൻ വീഡിയോ ഇട്ടു, 7, 8, 9, ഇന്ന് 9th ക്ലാസ്സാണ്. അപ്പോഴേക്കും ബേസിക് ആയിട്ടുള്ള കോൺവെർസേഷൻ ഉണ്ടാക്കാനുള്ളതും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളതും അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു സെൻറ്റൻസ് ഫോർമേഷൻ അതൊക്കെ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതെനിക്ക് നല്ലൊരു ഹാപ്പി ആയിട്ടുള്ള കാര്യമായിട്ട് തോന്നി. അപ്പോൾ ഇനി പോകുന്ന ദിവസങ്ങളിൽ മൊത്തം ഞാൻ ബിസിയാണ്. അപ്പോൾ ജർമ്മൻ എങ്ങനെ പഠിക്കും, എൻ്റെ യൂണിവേഴ്സിറ്റിയിലത്തെ കാര്യങ്ങൾ എങ്ങനെ ഇതാക്കും, ഒന്നും ഒരു ഐഡിയ ഇല്ല. പക്ഷേ ഐ ഹോപ്പ് എവറിത്തിങ് ഗോസ് വെൽ. എനിക്കിങ്ങനെ ബിസി ആയിട്ടിരിക്കുന്നത് ഇഷ്ടം. അപ്പോൾ ബിസി ആയിരിക്കുമ്പോൾ ഞാൻ നല്ല പ്രൊഡക്റ്റീവ് ആവും. അല്ലെങ്കിൽ ഒരു പണിയില്ലെങ്കിൽ ഞാൻ അവിടെ തന്നെ കിടക്കും, ബെഡിൽ നിന്ന് എണീക്കില്ല. പക്ഷേ കുറേ പണിയുണ്ടെങ്കിൽ ഞാൻ അന്നത്തെ ദിവസം നല്ല പ്രൊഡക്റ്റീവ് ആവും, ഞാൻ തന്നെ ഒരു പോസിറ്റീവ് ഹാപ്പി ഫീൽ ആവും. അപ്പോൾ ഞാൻ നോക്കിക്കാണുന്നു ഇനി അങ്ങോട്ടുള്ള ജേണി നല്ലതായിരിക്കുമെന്ന്, ഒരു ബിസി ലൈഫ് ആയിട്ട്. അപ്പോൾ ടാറ്റാ.